ശബരിമല സ്ത്രീ പ്രവേശനം കഴിഞ്ഞ അധ്യായമാണെന്നും CPM വിശ്വാസികൾക്കൊപ്പമാണെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അയ്യപ്പ സംഗമത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവർ വർഗീയവാദികളാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ വിമർശനവുമായി പന്തളം കൊട്ടാരം നിർവാഹക സംഘം രംഗത്ത് വന്നു. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്താനുള്ള ആലോചന ദേവസ്വം ബോർഡിൽ സജീവമായിട്ടുണ്ട്. ശബരിമല തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണെന്ന് CPM-ന് ബോധ്യപ്പെട്ടത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ്. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ വമ്പൻ തിരിച്ചടി നേരിട്ടു. ഇതോടെ തിരുത്തലുമായി CPM നേതാക്കൾ വീടാന്തരം കയറി ഇറങ്ങി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെയാണ് ആഗോള അയ്യപ്പ സംഗമം ഈ മാസം 20-ന് സംഘടിപ്പിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. അതിനെതിരെ RSS രംഗത്ത് വന്നെങ്കിലും പരിപാടി നടത്താൻ തന്നെയാണ് സർക്കാർ തീരുമാനം. NSS-ന്റെയും SNDP-യുടെയും പിന്തുണ സർക്കാരിന് കൂടുതൽ ഊർജ്ജം നൽകിയിട്ടുണ്ട്. അയ്യപ്പ സംഗമത്തെ വിമർശിക്കുന്നവരെ നേരിടാനാണ് CPM-ന്റെ തീരുമാനം. സ്ത്രീ പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്നും നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ അത് സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതെല്ലാം കഴിഞ്ഞു പോയ അധ്യായമാണ്. പിന്നെ അതിൻ്റെ മേലെ ചുറ്റിപ്പറ്റി തുടങ്ങുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അതിന് വേറെ ആളെ നോക്കുന്നതല്ലേ. അയ്യപ്പ സംഗമം കൊണ്ട് അയ്യപ്പന്മാർക്ക് എന്ത് ഗുണമാണുള്ളതെന്ന ചോദ്യമാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘത്തിൽ നിന്നുണ്ടായത്. ഈ ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നേരത്തെ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്താനുള്ള ആലോചന ദേവസ്വം ബോർഡിൽ നടക്കുന്നുണ്ട്. എന്നാൽ CPM-ന്റെ രാഷ്ട്രീയ തീരുമാനമില്ലാതെ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് CPM അതിന് മുതിരുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. മീഡിയ 1 തിരുവനന്തപുരം.